Hi everyone, welcome to Financial Management class. Today's topic Profitability Index Method or Discounted Benefit Cost Ratio. So this is also a project evaluation technique. We have already studied many project evaluation techniques like payback method, ARR, NPV. Now today we are going to study what is profitability index method. Two projects having different investment outlay cannot be compared by net present value method because it indicates the NPV in absolute terms. In such a situation, profitability index method should be applied. So NPV method എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ NPV ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരാം. അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ ഡിഫറൻ്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്യാഷ് ഡിഫറൻ്റ് ആയിരിക്കുന്ന രണ്ടിൽ കൂടുതൽ പ്രോജക്റ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ NPV ഉപയോഗിച്ചാൽ കൃത്യമായ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. So that is where we have to use profitability index method. Profitability index is the ratio of present value of cash inflow to the present value of cash outflow. So profitability index എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ. അതൊരു റേഷ്യോ ആണ്. കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. So this is the equation. Profitability index is equal to present value of cash inflow divided by present value of cash outflow. This is also called discounted benefit cost ratio or simply benefit cost ratio. It is also called present value index. It is particularly useful to compare projects having different investment outlays. So ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന ക്യാപിറ്റൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്നാണ്. ഇനി PAയും NPVയും തമ്മിലുള്ള റിലേഷനാണ് ഇഫ് PA ഈസ് ഈക്വൽ ടു 1 NPV will be equal to 0. PI 1 ആകുന്ന സമയത്ത് നാച്ചുറലി NPV എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇഫ് profitability index is greater than 1, then NPV will be positive. If it is less than 1, then NPV will be negative. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോജക്റ്റ് select ചെയ്യുന്നത്? Project selection criteria. Under PI method, the decision rule is accept the project if its PI is more than 1 and reject the project if PI is less than 1. സോ നമ്മളിങ്ങനെ PI മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല പ്രോജക്റ്റ് എന്ന് പറയുന്നത് PIയുടെ വാല്യൂ 1 കൂടുതലായിരിക്കുന്ന പ്രോജക്റ്റാണ്. PIയുടെ വാല്യൂ 1 കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തരം പ്രോജക്റ്റുകൾ റിജക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇറ്റ് ഈസ് വെരി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കൽ. ഇറ്റ് കൺസിഡേഴ്സ് ദ ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു കമ്പയർ പ്രോജക്ട്സ് ഹാവിംഗ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇറ്റ് റിഫ്ലെക്ട്സ് ടൈം വാല്യൂ ഓഫ് മണി. It considers all cash flows during the life of the project. So these are the advantages of profitability index method. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ആൻഡ് പ്രോജക്റ്റിൻ്റെ എൻ്റയർ ലൈഫിലുള്ള ക്യാഷ് ഫ്ലോ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് in accordance with the accounting principles and concepts.
It is comparatively difficult to understand and follow. It cannot be used for comparing projects having unequal lives. So these are the disadvantages. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് ഇവിടെ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ ഈ മെത്തേഡ് വെച്ചുകൊണ്ട് പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട്. ഡിസ്കൗണ്ടിങ് ടെക്നിക്കൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ഇത് കുറച്ച് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ പ്രോജക്റ്റിൻ്റെ ലൈഫ് അൺഈക്വൽ ആകുമ്പോൾ, ഒരേപോലെ അല്ലാത്ത സമയത്തും ഈ മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല. So these are the disadvantages of profitability index method. Let us conclude. Thank you.